ഭാഗം 1. എടാ, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? അതെങ്ങനാ? ഈ മൊബൈൽ ഫോണെന്ന് പറയുന്ന കുന്താണ്ടം കാരണം ഒറ്റ ഒരുത്തം പോലും സമയത്ത് കിടക്കത്തില്ല, എഴുന്നേക്കത്തുമില്ല. നേരെ ഉച്ചയായിട്ടും അവൻ്റെ ഉറക്കം കണ്ടില്ലേ? വെള്ളമെടുത്ത് ഞാൻ തലവഴി ഒഴിക്കും കേട്ടോ. അവൻ്റെ പ്രായത്തിലുള്ള ആമ്പിള്ളേർ കുടുംബം നോക്കി നടത്തുന്നു. ഇവിടെ ഒരുത്തൻ ദേ കിടക്കുന്നു. രുക്മിണിയമ്മയ്ക്കിത് പുതിയ കാര്യമൊന്നുമല്ല. എന്നും കാലത്തെ ഇതേ പല്ലവി അവരുടെ മകനുൾപ്പെടെ അയൽക്കാരെല്ലാവരും കേൾക്കുന്നതുമാണ്. ഈ അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ? ഞാൻ എഴുന്നേറ്റിട്ടിപ്പോൾ എന്തെടുക്കാനമ്മേ? എന്നും രാവിലെ അമ്മയ്ക്കുള്ളതാ ഈ ഒച്ചപ്പാടും ബഹളവും. സമാധാനമെന്ന് പറയുന്നത് അച്ഛന് പണ്ടേ നഷ്ടപ്പെട്ടതാ. പിന്നെയല്ലേ എനിക്ക്. അകത്തുനിന്ന് കേട്ട ശബ്ദത്തിന് മറുപടി കൊടുത്തത് രുക്മിണിയമ്മയുടെ കയ്യിലിരുന്ന ചട്ടുകമായിരുന്നു. ദോശ മറിച്ചിട്ടിട്ട് അവർ ഓടി വന്നതുകൊണ്ട് അല്പം ചൂടുമുണ്ടായിരുന്നു. ഇതെന്താമ്മ ഇതെന്ന് ചോദിച്ചുകൊണ്ട് തല വരെ മൂടിക്കിടുന്ന കമ്പിളിപ്പൊതുപ്പെടുത്ത് മാറ്റിക്കൊണ്ട് അവൻ ചാടി എണീറ്റു. എനിക്ക് എന്തിൻ്റെ കേടാണെന്ന് ഇപ്പം മോന് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്നും പറഞ്ഞ് രുക്മിണി പുറത്തേക്ക് പോകാൻ ഭാവിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവർ നിന്നു. എടാ, അമ്പലത്തിൽ ഇന്നലെ വിളിച്ച് ഇരുന്നാഴി അരിയുടെ കടുംപായസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ വേഗം എഴുന്നേക്ക്, പോയി കുളിച്ചിട്ട് വാ. എന്നിട്ട് ശിവൻ്റെ നടയിൽ ഒരു ജലധാര കൂടി കഴിപ്പിക്ക്. 9 കഴിയുമ്പോൾ ധാര തുടങ്ങും. എത്ര പറഞ്ഞാലും അവൻ ആടിപ്പാടി ചെല്ലുമ്പോൾ നടയടയ്ക്കും എന്നും പറഞ്ഞവർ അടുക്കളയിലേക്ക് പോയി. ഇത് ചന്ദ്രോത്ത് തറവാട്. പണ്ടുകാലത്ത് വളരെ പ്രതാപവും ഐശ്വര്യവും ഒക്കെ ഉണ്ടായിരുന്ന തറവാടാണ്. ഇപ്പോൾ പ്രതാപം നഷ്ടപ്പെട്ട് ഐശ്വര്യം മാത്രമായി ചുരുങ്ങിയ തറവാട്. ചന്ദ്രോത്ത് വീട്ടിലെ ഗോപിനാഥൻ നായരുടെയും രുക്മിണിയുടെയും 3 മക്കളിൽ നടുക്കത്തേതാണ് വിവാഹപ്രായം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഹരിഗോവിന്ദ്. കുടുംബത്തിലാകെയുള്ള ഒരു ആൺതരി. കാണാൻ സുന്ദരനൊക്കെയാണ് നമ്മുടെ നായകൻ. എങ്ങനെയൊക്കെയോ എംകോം തള്ളി നീക്കി. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ഹരി ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ വാക്കുകളിൽ കൂടി ഒരു അധികപ്പറ്റാകുന്നുണ്ട്. പക്ഷേ ഹരിക്കതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. പെറ്റതള്ളയല്ലേ, ദണ്ണം കൊണ്ട് അമ്മ എന്തു വേണേലും പറഞ്ഞോ എന്ന അനുകമ്പാ ഭാവമാണ് അവന്. ഗോപിനാഥൻ നായർക്ക് ചെറിയൊരു പലചരക്ക് കടയാണ്. അയാൾ വിവാഹം കഴിക്കുന്നതിന് കുറച്ച് നാൾ മുൻപാണ് കട തുടങ്ങിയത്. ആ നാട്ടിലെ ആദ്യത്തെ കടയായിരുന്നു അത്. പതിയെ പതിയെ അടുത്തടുത്ത് വീണ്ടും കടകൾ വന്നതോടെ അയാളുടെ കച്ചവടം കുറഞ്ഞു കുറഞ്ഞു വന്നു. പക്ഷേ ആളുകൾ പറയുന്നത് ഹരിയുടെ തലവട്ടം കണ്ടതോടെയാണ് ഗോപിനാഥൻ പൊട്ടാൻ തുടങ്ങിയതെന്നാണ്. വിവാഹിതരായ 2 സഹോദരിമാരുണ്ട് ഹരിക്ക്, ശില്പയും സൗമ്യയും. 2 പേരുടെയും ഭർത്താക്കന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ 2 പേരെയും ഗോപിനാഥൻ തരക്കേടില്ലാത്ത കുടുംബങ്ങളിലാണ് പറഞ്ഞു വിട്ടത്. ആ കുടുംബത്തിനാകെയുള്ള സമാധാനവും അതാണ്. എടാ, നീ പോയി വേഗം കുളിച്ചിട്ട് അമ്പലത്തിലോട്ട് പോയെൻ്റെ ഹരിയെ. ബ്രഷും വായിൽ വെച്ച് ചവച്ചുകൊണ്ട് പത്രം നോക്കി നിൽക്കുന്ന ഹരിയോട് രുക്മിണിയമ്മ പറഞ്ഞു. യശോദേ എന്ന് പറഞ്ഞ് ഹരി പുഴയിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് പോയി. ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് അവൻ കുളി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അമ്മേ, എൻ്റെ കാവിക്കൈലി കണ്ടോ? ഹരി ഉറക്കെ വിളിച്ചു ചോദിച്ചു. അതാ സ്റ്റീൽ അലമാരയിൽ ഉണ്ടടാന്ന് അമ്മ മറുപടിയും കൊടുത്തു. അവൻ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി വന്നപ്പോൾ അമ്മ ചീരയും പയറും പാവലും ഒക്കെ നനയ്ക്കുന്നുണ്ട്. അമ്പലത്തിലെത്തിയപ്പോൾ ധാര തുടങ്ങാറായി. പായസമല്ലേ, ലേശം കൂടി സമയമെടുക്കൂട്ടോ. ഹരിയെ കണ്ടപ്പോൾ തന്നെ തിരുമേനി വിളിച്ചു പറഞ്ഞു. എന്നും തൊഴണ കൊണ്ട് അവൻ അമ്പലത്തിലൊരു ഓട്ടപ്രദക്ഷിണമാണ്. അതും കഴിഞ്ഞ് വെറുതെ അവൻ ആൽത്തറയിലിരിക്കുവാണ്. ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് പെൺകുട്ടികൾ ആരും തന്നെ അമ്പലത്തിലില്ല. അല്ലെങ്കിൽ പിന്നെ അവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു. അതൊരു സുഖമുള്ള ഏർപ്പാടാണ്. കുളിച്ച് ടീറൽ മുടി പിന്നിയിട്ട് അതെ തുളസിക്കതിരൊക്കെ ചൂടി ധാവണി ഉടുത്തു വരുന്ന പെൺകിടാങ്ങൾ അവരെ കാണുകയെന്നത് കണ്ണിന് വല്ലാത്ത കുളിർമയും. മോനെ, തത്തമ്മ കള്ളം പറയില്ല, ലക്ഷണം പറയട്ടെ. ഒരു കാക്കാത്തി അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ താല്പര്യമില്ലാത്ത മട്ടിലിരിക്കുകയാണ്. തത്തമ്മയോട് ഒരു ചീട്ടെടുക്കാൻ അവർ പറയുന്ന കേട്ട് ഹരി പോക്കറ്റിൽ നിന്ന് 20 രൂപയുടെ ഒരു നോട്ടെടുത്ത് അവർക്ക് കൊടുത്തു. ദാ, കൊണ്ടുപോയി കാപ്പി കുടിച്ചോ എന്നും പറഞ്ഞവൻ പായസം പിടിക്കാൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാനായി തുടങ്ങി. തത്തമ്മ എടുത്തത് ഈ ചീട്ടാണ് മോനെ എന്ന് പറഞ്ഞ് കാക്കാത്തി അവൻ്റെ അടുത്തേക്ക് വന്നു. നോക്കിയപ്പോൾ സർവാഭരണ വിഭൂഷിതരായ സീതാരാമന്മാർ.
പായസം മേടിച്ച് തിരികെ അവൻ വീട്ടിലേക്ക് മടങ്ങി. വഴി വെച്ച് കൈമളിനെ കണ്ടു. കൈമൾ ഒരു ദല്ലാളാണ് കേട്ടോ. ഹരിയുമായിട്ട് കുറഞ്ഞതൊരു 25 വീട്ടിലെങ്കിലും പോയിട്ടുണ്ട്. ചില പെൺകുട്ടികളെ അവനിഷ്ടമായപ്പോൾ ചിലർക്ക് അവനെ ഇഷ്ടമായില്ല. എല്ലാം ഏകദേശം ഓക്കെ ആയി വന്നപ്പോൾ ജാതകപ്പൊരുത്തം എന്നൊരു വില്ലൻ, അതായത് നമ്മുടെ മോഹൻലാൽ സിനിമയിലൊക്കെ കീരിക്കാടൻ ജോസ് വരുന്നത് പോലെ ഒരു വരവാണത്. അങ്ങനെ ഹരിയും വീട്ടുകാരും കൈമളിനെ മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. ഹരി 1-2 ടെസ്റ്റുകളൊക്കെ എഴുതി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജോലിയായിട്ട് മതിയെന്നാണ് അവൻ പറയുന്നത്. ഒരു ദിവസം വീട്ടിൽ വന്ന കൈമളിനോട് അച്ഛൻ പറയുന്നത് കേട്ടു. പിന്നീട് കൈമളിനെ കാണുന്ന ഇന്നാണ്, ആ ഹരി, തനിക്ക് ജോലി വല്ലതും ആയോ? നല്ലൊരു കേസൊത്ത് വന്നിട്ടുണ്ട്. കൈമൾ പറഞ്ഞു. അഡ്വൈസ് മെമ്മോ കിട്ടി. ഇനി ഉടനെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് ഹരിയും തട്ടിവിട്ടു. എങ്കിൽ ഞാൻ ഇടയ്ക്കിറങ്ങാമെന്ന് പറഞ്ഞ് കൈമൾ മുൻപോട്ട് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ വറ്റൽമുളകൊക്കെ തഴപ്പായിലിട്ട് ചിക്കുന്നുണ്ട്. അമ്മ അകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് കുറച്ച് കാക്കകൾ മൂവാണ്ടമ്മാവിൻ്റെ കൊമ്പിൽ പതുങ്ങിയിരിക്കുന്നു. കോഴി ഉറക്ക കൊക്കുന്നുണ്ട്. ഡാ ഹരി, ആ വള്ളിക്കുട്ടി അങ്ങ് പൊക്കി വിട്ടേടാ, കന്നിപ്പിടിച്ച് അതിൻ്റെ അടിയിൽ ഉണ്ട്. അമ്മ പറയുന്ന കേട്ട് അവൻ കുട്ടിയുടെ അടിയിൽ നിന്നും കോഴിയെ ഇറക്കി വിട്ടു. അത് ജീവൻ തിരിച്ച് കിട്ടിയ പോലെ ഓടി. ഓ, ഈ വീട്ടിലെ വേലയെല്ലാം എടുത്ത് എൻ്റെ നടു ഒടിഞ്ഞു മഹാദേവ. എന്നാണോ ഇതിൽ നിന്നൊരു മോചനം? ആത്മഗതം തട്ടിവിടുകയാണ്. ഹരി ഒന്നും അറിയാത്ത മട്ടിൽ വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചർ മാറ്റി മാറ്റി ഇടുന്നുണ്ട്. ഇവിടെ എൻ്റെ പെൺകുട്ടികളുണ്ടായിരുന്നപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു. കുടുംബത്തൊരു പെണ്ണിനി എന്ന് വരുമോ ആവോ? അമ്മ ഉടനെ നിർത്തുന്ന ലക്ഷണമില്ല. രുക്മിണി ചേച്ചിയെന്ന് ആരോ വിളിക്കുന്നത് ഹരിയോ അമ്മയും ഒരുപോലെ കേട്ടു. നോക്കിയപ്പോൾ അലക്കുകാരി ജാനുവാണ്, കൂടെ മറ്റൊരു സ്ത്രീയും. എന്താ ജാനു എന്ന് ചോദിച്ച് അമ്മ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി, ഇതെൻ്റെ അനിയത്തിയാ, സരസമ്മ. ഇവളോടാണ് ഞാൻ ഹരിക്കുട്ടൻ്റെ കാര്യം പറഞ്ഞത്. ഇവളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെങ്കൊച്ചുണ്ട്. ജാനു പെണ്ണിനെയും വീട്ടുകാരെയും കുറിച്ച് സരസമ്മയുടെ സഹായത്തോടെ വിശദീകരിച്ചു. നാളും ചേരും. എന്നാൽ ഞാൻ അവനോടൊന്ന് പറയട്ടെ. രുക്മിണി അകത്തേക്ക് പോയി. എല്ലാം കേട്ടുകൊണ്ടവൻ അകത്തെ കട്ടിലിൽ കിടപ്പുണ്ട്. അമ്മ ഒന്നുകൂടി എല്ലാം വിശദീകരിച്ച് പറഞ്ഞവനോട്. എന്നാൽ ഹരി ഞായറാഴ്ച വരൂട്ടോ. ഇതെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു, അമ്മ മച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തായാലും ചെക്കൻ വന്ന് കാണട്ടെ. അതും പറഞ്ഞ് അവരും പോയി. പെണ്ണ് കാണാൻ തരക്കേടില്ലെന്നാണ് അവർ പറഞ്ഞത്. ചോറുണ്ടുകൊണ്ടിരുന്ന ഹരിയോട് അമ്മ ഒരു പപ്പടം കൂടി അവൻ്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു. സാധാരണ അവൻ രണ്ടാമത്തെ പപ്പടം ചോദിക്കുമ്പോൾ ചീത്ത പറയുന്നതാണ്. പെട്ടെന്നല്ല മാറി മറിഞ്ഞത്. വൈകിട്ട് കിടക്കാൻ നേരം ഹരി വെറുതെ ഓരോന്ന് ചിന്തിച്ചു. രാവിലെ കണ്ട സീതാരാമനും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആവോ? അങ്ങനെ ഞായറാഴ്ച എത്തി. ഇന്ന് ഹരിയുടെ പെണ്ണുകാണലാണ്. അവനും മൂത്ത അളിയനും കൂടി പോകാനായി തീരുമാനിച്ചു. തുടരും. പുതിയൊരു കഥയുമായി വീണ്ടും എത്തി. എല്ലാവരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.